ഹായ് ഫ്രണ്ട്സ്, 2 ദിവസം മുന്നേ നമ്മൾ കേരളത്തിലെ ഒരു കോളേജിൽ നടന്ന ഒരു സങ്കടകരമായ ഒരു ന്യൂസാണിത്. തിരുവനന്തപുരമുള്ള ഒരു നിതിൻ രാജി എന്ന ഒരു പാവപ്പെട്ട ഒരു 23 വയസ്സുകാരനെ അഞ്ചരക്കണ്ടിയിലെ ഒരു കോളേജിലെ സാറുമാർ അവനെ അങ്ങ് അധിക്ഷേപിച്ച് അങ്ങ് കൊന്നു കളഞ്ഞില്ലടാ നിങ്ങളെല്ലാവരും കൂടി ആ പാവത്തിനെ. നിതിൻ രാജി എന്ന് പറഞ്ഞ ഒരു 23 വയസ്സ് പ്രായമുള്ള അവനെ ആ കോളേജിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചെന്നാണ് പറഞ്ഞ്. അത് ചാടി മരിച്ചതല്ല, ഒരു ആത്മഹത്യമല്ല, അതൊരു കൊലപാതകം തന്നെയാണ്. അതിന് കാരണക്കാരാരാന്ന് വെച്ചാൽ ആ കോളേജിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ, അല്ലാതെ വേറെ ആരുമല്ല. അവരെല്ലാം ചേർന്ന് അവനക്ക് അത്രയും വലിയൊരു മാനസിക പീഡനമാണ് അവനോട് ചെയ്തത്. എന്തൊക്കെ പറഞ്ഞാണ് അവരവനെ മോശക്കാരനാക്കിയെന്നറിയോ? അവൻ്റെ അമ്മയുടെ രോഗത്തെ പറ്റി പറഞ്ഞ്, അവൻ്റെ അച്ഛൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അവൻ്റെ നിറത്തെ പറ്റിയും അവൻ്റെ ജാതിയെ പറ്റിയും. കേരളത്തിൽ താഴ്ന്ന ജാതിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ക്രൈമായിട്ട് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ പറഞ്ഞാൽ അതൊരു വലിയ ക്രൈം തന്നെ. അത്രത്തോളം അധംപതിച്ചു പോകുകയാണ് നമ്മളെ നാട്. സത്യത്തിൽ ഇതിനെതിരൊക്കെ പ്രതികരിക്കണം. ഇതിനെതിരെല്ലാം നമ്മൾ പ്രതികരിക്കണം. അല്ലാതെ നമ്മൾ മനുഷ്യന്മാരാന്ന് പറഞ്ഞിട്ട് ജീവിച്ചിട്ട് എന്ത് കാര്യമാണ് ഉള്ളത്? ഇതേ അവസ്ഥ നാളെ ഇപ്പം നമ്മളെ വീട്ടിലും വന്നു കയറില്ലാന്ന് എന്തുറപ്പാ നമുക്കുള്ളത്? നിതിൻ്റെ മരണത്തിന് കാരണം ആ അധ്യാപകർ മാത്രമാണോ? ഇത്രയും വലിയൊരു തെറ്റൊക്കെ ചെയ്തിട്ട് അവർക്കെതിരെ ഇതുവരായിട്ട് ഒരു നിയമ നടപടി എടുക്കാതെ നമ്മുടെ ഭരണകൂടത്തിനും അതിൽ പങ്കില്ലേ? നമ്മളൊക്കെ ഒരു വിഡ്ഢികളാണ്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ അങ്ങ് ചെയ്യും, അല്ലെങ്കിൽ കുറേ റീൽസൊക്കെ ഇരുന്ന് അങ്ങ് കാണും. ആ കാണുമ്പോഴുള്ള ആ ഒരു ഫീലേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ ആരും ഉണ്ടാകില്ല. എന്നിട്ട് ആ കുടുംബത്തിന് ഇപ്പോൾ നീതി കിട്ടുന്നുണ്ടോ? നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി ഏറ്റവും വലിയ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ് വേണ്ടത്. അവർക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്താണ് വേണ്ടത്. ആ നിതിൻ്റെ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ, ആ വൃത്തിയായിട്ട അധ്യാപകരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത് വരെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുക തന്നെ വേണം.